Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് വീട്ടിൽ ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നല്ല എളുപ്പമായിട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണ്ട, വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡോണറ്റ്സ് നമുക്ക് ഉണ്ടാക്കാം. വേഗം വീഡിയോയിലേക്ക് കാണാമല്ലോ. ഡോണറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇതിലേക്ക് നമുക്ക് 1/8 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് നമ്മുടെ ജാതിക്കയില്ലേ, ജാതിക്ക ഒന്നും സ്ക്രേപ്പ് ചെയ്തിട്ട് അതിൻ്റെ പൊടിയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, അപ്പം നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. 1/4 ടീസ്പൂണ് ജാതിക്കയുടെ പൊടി നമുക്ക് ഇതിലേക്ക് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ലൂക്ക് വാം പാല് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളം ചൂടുള്ള പാല് 2 സ്പൂണും. ആ പാലിൻ്റെ കൂടെ ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ ആ ഫെർമെൻറ്റേഷനൊക്കെ നന്നായി നടന്നോളും. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത് 1 മുട്ട, പിന്നെ നമ്മൾ ഈസ്റ്റും പാലും പഞ്ചസാരയും കലക്കി വെച്ചത്, പിന്നെ 1/4 കപ്പ് പാൽ. 1 മുട്ടയിലേക്ക് നമുക്കിപ്പോൾ 1/4 കപ്പ് പാൽ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഫോർക്കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. ഇനി നമ്മുടെ ഈസ്റ്റും കൂടി ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ബട്ടർ നമുക്കൊരു 30 ഗ്രാം ബട്ടർ വേണ്ടി വരും. നമുക്കിനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഒരു 30 ഗ്രാമോളം ബട്ടർ, റൂം ടെമ്പറേച്ചറിൽ വന്ന ബട്ടറാണ്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഡോയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് വിസ്കർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം മൈദ കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് സ്റ്റിക്കിനെസ് കുറച്ച് കൂടുതൽ പോലെ തോന്നി, അപ്പോഴാണ് അത് ഇട്ടേക്കണേ. സ്റ്റിക്കിനെസ് ഉണ്ടാവും കേട്ടോ, വളരെ കൂടുമ്പോൾ മാത്രമാണ് ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഒരു ഹാഫ് ആൻ അവർ ഇങ്ങനെ വെക്കണം. ഇത് ഡബിൾ സൈസായിട്ട് മാറും. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മാവ് എത്ര ഫ്ലഫി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഫസ്റ്റ് ഇട്ടതിനേക്കാളും കൃത്യം ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി റൗണ്ട് ചെയ്തെടുക്കാം. ഈസ്റ്റ് ഇട്ട് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. ഇനി നമ്മൾ ചപ്പാത്തി പലകേമ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിനപ്പോൾ വലിയൊരു മൂടിയും ചെറിയൊരു മൂടിയും എടുത്തേക്കണം. നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് റൗണ്ട് ചെയ്യുക. അപ്പോഴാണ് എല്ലാ ഭാഗവും വിട്ട് പോരുന്നത് നന്നായിട്ട്. അതിന് ശേഷം നടുക്കിൽ ചെറിയ മൂടി വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം.
ഇങ്ങനെ നമുക്ക് പറ്റുന്ന അത്ര നമുക്ക് ഫസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് മാറ്റിയിട്ട് ഒന്നും കൂടി അത് പരത്തിയെടുക്കണം. നമുക്ക് എല്ലാം എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ മാവ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഈ മാവ് ഒന്നും കൂടി നമുക്ക് റോൾ ചെയ്തിട്ട് പിന്നെ ഈ ഡോണറ്റ്സ് ആയിട്ട് തന്നെ എടുക്കാം. ഈ നടുഭാഗത്തെ റൗണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എല്ലാ ഡോണറ്റ്സും ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 10 മിനിറ്റ്സ് റെസ്റ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാന് ഗ്യാസിൽ വെച്ചിട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇട്ടേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഓരോ ഡോണറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം, മറക്കരുത്. പിന്നെ ഇത് തന്നെ പൊങ്ങി വരും. വെന്ത് കഴിഞ്ഞാൽ പൊങ്ങി വരണുണ്ട് സൈഡത്തെ. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പ് കയ്യിലോണ്ട് തട്ടരുത്. തന്നെ പൊങ്ങി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഗ്യാസ് എപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോഴാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. താഴെ നിന്നൊക്കെ പൊങ്ങി വന്നത് കണ്ടോ. നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഡോണറ്റ്സ് റെഡി ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഷുഗർ സിറപ്പിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലേവറായിട്ട് നമുക്കത് കിട്ടും. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡോണറ്റ്സ് ഹോം മെയ്ഡ് ആകുമ്പോൾ അത് ഏറ്റവും നല്ലതല്ലേ. ഓയിലും നമ്മൾ നല്ലത് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്യാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റ് ഇട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് നമ്മൾ കോരി ഒരു പേപ്പർ നാപ്കിനിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സെക്കൻഡ് സെറ്റ് എടുത്തേക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാവും. കണ്ടോ, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.